എന്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മ. ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവൊക്കെ വരുമല്ലേ, അതിനു മുമ്പ് ഈ ഇസ്മ നമ്മൾ ധാരാളമായി പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആ ചെയ്താൽ നമ്മുടെ ദുആ സ്വീകരിക്കും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഒരുപാട് നേട്ടങ്ങൾ മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽ നാമങ്ങളിൽപ്പെട്ട അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് ആ ഇസ്മ? യാ റഹീമു യാ അല്ലാഹ് എന്ന ഇസ്മ. യാ റഹീമു യാ അല്ലാഹ്, അല്ലെ, കരുണ ചെയ്യുന്നവൻ. ഇപ്പോ പലരും ഒക്കെ പറയാറുണ്ട്, ഉസ്താദെ എനിക്ക് എന്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഞങ്ങൾ വഴക്കാണ്, എപ്പോഴും കുടുംബജീവിതത്തിൽ പ്രശ്നമാണ്, അതുപോലെ മക്കള് തമ്മിൽ പ്രശ്നമാണ്. പല മാതാപിതാക്കളും പറയും അനുജനും അനുജതി, അതായത് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമാണ്, എപ്പോഴും വഴക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാർ തമ്മിൽ വഴക്കാണ്, അയൽവാസികൾ തമ്മിൽ വഴക്കാണ്, കുടുംബക്കാർ തമ്മിൽ വഴക്കാണ്. ഇങ്ങനെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകും, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും വഴക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വേഗത്തിൽ നിറവേറ്റി കിട്ടാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ റഹീമു യാ അല്ലാഹ്. ഒരു ദിവസം 100 പ്രാവശ്യം വീതം ഈ ഇസ്മു പറയണമെന്നാണ്. ഒരു ദിവസം 100 പ്രാവശ്യം വീതം ഈ യാ റഹീമു യാ അല്ലാഹ് എന്ന ഇസ്മ ഒരു മനുഷ്യൻ പറഞ്ഞിട്ട് കൈകളിൽ ഇസ്ഫി എന്ന് പറഞ്ഞ് ഊതി അവന്റെ മുഖത്തും തലയിലും ശരീരത്തൊക്കെ തടവിയാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഫضലുകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു താല അവനിക്ക് കൊടുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വലിയ കാവൽ കിട്ടുമെന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇസ്മ മറക്കണ്ട, യാ റഹീമു യാ അല്ലാഹ്.